അപ്പോൾ ഇന്ന് മക്കൾക്ക് ലഞ്ചിന് എന്താ കൊടുത്തയച്ച് നോക്കാം. ഇന്ന് രാവിലെ തന്നെ ചോറും കറിയും ഉപ്പേരിയൊക്കെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് പുട്ടും പഴവും കൊള്ളിച്ചിരുന്നു ചായയുടെ കടി. അപ്പോൾ അത് വേഗം തന്നെ ആവും കേട്ടോ. വേഗം ആക്കാൻ പറ്റുന്നൊരു സംഭവമാണ് പുട്ട്. അപ്പോൾ നേരത്തെ തന്നെ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മീനിൻ്റെ പരിപാടി മാത്രം ഒരു പോയിൻ്റെ ശേഷമുള്ളൂ. അപ്പോൾ നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ. ചൂടുള്ള ചോറാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മോര് കറിയാണ് വെച്ചിട്ടുള്ളത്. മോര് കാച്ചിയിട്ടുള്ളത് കേട്ടോ. പെരിഞ്ചീരകം ഉള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് മോരും കൂടിയിട്ട് ചേർത്തിട്ട് കാച്ചിയെടുത്തതാണ്. പിന്നെ കടുകും മുളകൊക്കെ ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കും. അപ്പോൾ മോര് കാച്ചിയത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചാറായിട്ട്. പിന്നെ കുറച്ച് ഉപ്പേരി, ഉരുളൻകിഴങ്ങിൻ്റെ ഉപ്പേരി കേട്ടോ. സവോളയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് കേട്ടോ, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ച പോലെ ആക്കിയെടുത്തതാണ്. ഉരുളൻകിഴങ്ങിൻ്റെ ഒരു ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മുട്ടയും കൂടി പൊരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് മാങ്ങ ഉപ്പിലിട്ടത് കുറേ നാളായിരിക്കുന്നത് കേട്ടോ. ഇവിടെ ആർക്കും അത്ര മാങ്ങ എന്തായാലും ഉപ്പിലിട്ടതും അച്ചാറൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ചെറിയവരൊക്കെ പിന്നെയും കഴിക്കും, വലിയവർക്കും തീരെ ഇഷ്ടമല്ല. അപ്പോൾ അത് 2 പീസൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ നമ്മുടെ ലഞ്ചിന് എന്നുള്ളത്. നേരത്തെ തന്നെ എൻ്റെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീനിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. അത് ഒരു സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് ഒക്കെ ചെയ്യുക. പിന്നെ സ്നാക്സിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നലെ പുറത്ത് പോയപ്പോൾ ഒരു ബിസ്ക്കറ്റ്, ഒരു ചോക്കോബായുടെ ബിസ്ക്കറ്റും അതുപോലെ 2 പീസ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി വെച്ച് കൊടുത്തിട്ടാണ് സ്നാക്സ് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയല്ലോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ.